അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴി എന്താണ്? ആ പടച്ച റബ്ബിനെ കണ്ടുമുട്ടാനുള്ള വഴി എന്താണ്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്, നാളെ പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതിന് അല്ലാഹു തന്നെ പറഞ്ഞു തരുന്ന വഴി എന്തെന്നറിയുമോ? അല്ലാഹുവും അവന്റെ പ്രവാചകനും നമ്മളോട് പറഞ്ഞു തരികയാണ്, അങ്ങോട്ട് ചെന്ന് അല്ലാഹനെ കണ്ടുമുട്ടാനുള്ള വഴി എന്താണ്? ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഒന്നാമതായി പറഞ്ഞു തരികയാണ്, ആർക്കാണ് സ്വർഗ്ഗത്തിൽ പോകേണ്ടത്? ആർക്കാണ് പടച്ച റബ്ബിനെ കണ്ടുമുട്ടേണ്ടത്? അല്ലാഹനെ കാണാൻ ആഗ്രഹമുള്ളവരോട് പടച്ച റബ്ബ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താ? വമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ. അല്ലാഹു പറയുകയാണ്, നീ നല്ല കാര്യങ്ങൾ ചെയ്യണേ, നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന നന്മകൾ നീ ചെയ്യണേ. നിസ്കരിക്ക്, നോമ്പ് പിടിക്ക്, ഖുർആൻ ഓത്, സദഖ കൊടുക്ക്, ദിക്ർ പറയ്, എന്തെല്ലാം നന്മകൾ നിനക്ക് ചെയ്യാൻ കഴിയുമോ കഴിവിന്റെ പരമാവധി നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യ്. നല്ല കാര്യങ്ങൾ ചെയ്താ നിനക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന പലരും ചിന്തിക്കുകയാണ്, എന്തായാലും എനിക്കതിനുള്ള ഭാഗ്യം കിട്ടുമല്ലോ, എന്തായാലും എനിക്കതിനുള്ള ഭാഗ്യം കിട്ടുമല്ലോ. കാരണം ഞാൻ ഒരുപാട് നന്മ ചെയ്യുന്നവനാണ്, ഞാൻ ഒരുപാട് നിസ്കരിക്കുന്നവനാണ്, ഞാൻ ഒരുപാട് സദഖ കൊടുക്കുന്നവനാണ്, ഞാൻ ഒരുപാട് ദിക്റുകൾ പറയുന്നവനാണ്, ഒരുപാട് നന്മകൾ എനിക്കുണ്ടെന്ന് ഞാനും നിങ്ങളും കരുതുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ ചെയ്ത അല്ലാഹു സ്വീകരിച്ചെന്ന് ഉറപ്പുള്ള ഒരേ ഒരു നന്മ, നീ ഒരുപാട് നന്മ ചെയ്തവനാണ്, പക്ഷേ നിനക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ നീ ചെയ്ത ഒരു നന്മ, ഒരു റക്അത്ത് നിസ്കാരമാകട്ടെ, നീ പറഞ്ഞ ഒരു ദിക്റാകട്ടെ, നീ കൊടുത്ത ഒരു സദഖയാകട്ടെ, നീ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയാൻ നമ്മളിൽ ആർക്കാ കഴിയുക? പടച്ചവനെ, ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നവരാ, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ധൈര്യമായിട്ട് പറയാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയുമോ? ഇവിടെ നമ്മൾ ഒരുപാട് നന്മ ചെയ്യുന്നവരാ, നിസ്കരിക്കും നമ്മളൊക്കെ. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ഇന്ന ആഴത്തെ ഇനിയും കുൽഹുവല്ലയും എനിക്ക് ഏറ്റവും നമ്മൾ ഓതുന്ന സൂറത്ത്, ഏറ്റവും ചെറിയ സൂറത്ത്, 2 മിനിറ്റ് കൊണ്ട് കാക്ക കൊത്തണത് പോലെ കുത്തിയിട്ട് നിസ്കരിക്കും. എന്നാ 4 പേര് കാണാനുണ്ടെങ്കിലോ സുബ്ഹാനല്ലാഹ്, എന്തൊരു ഖൗഫാണെന്നറിയും നമ്മുടെ നിസ്കാരം. ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും, നോമ്പ് പിടിച്ച നാട്ടുകാർക്കറിയാം, എന്തേ നീ ക്ഷീണിച്ചു പോയത്? അത് ഞാൻ എപ്പോഴും തിങ്കളും വ്യാഴവും ഓർമ്മ വെച്ച കാലം മുതൽ നോമ്പാ, അതാ ഇങ്ങനെ, അത് പോയി. എന്റെ പൊന്നാര ചങ്ങാതി, എന്തേ മുഖമൊക്കെ വാടിയിരിക്കുന്നത്? 3 മണിക്ക് ഞാൻ എഴുന്നേക്കും, പിന്നെ സുബഹി വരെ ഞാൻ ഉറങ്ങത്തില്ല, തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതിയിരിക്കും, അത് പോയി. പിന്നെ സദഖ, പൈസ ചോദിച്ചാൽ തരും, സ്റ്റേജിൽ കയറ്റി ഇരുത്തിയിട്ട് ചോദിക്കണം, അല്ലെങ്കിൽ ചോദിക്കുക എന്റെ ഫോട്ടോ വെക്കുവോ, വാട്സപ്പിൽ കുടുംബ പേര് വരെ, അല്ലാതെ ഗേറ്റ് പോലും തുറക്കത്തില്ല വീടിന്റെ. ഇവിടെ ഹജ്ജ് ചെയ്ത ഹാജിയാക്കന്മാരുണ്ട്. ഞാൻ പറയാറുണ്ട്, 2001 പോയപ്പോ അങ്ങനെ ആയിരുന്നു, 2008 പോയപ്പോ ഇങ്ങനാണ്, 2015 പോയപ്പോ ഇവൻ 4 ഹജ്ജ് ചെയ്തെന്ന് പറയാനുള്ള വഴിയാ. നമ്മൾ എന്ത് നന്മ ചെയ്താലും അള്ളാഹ്ക്ക് അറിയത്തില്ല, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഇവിടെ നമ്മുടെ ഏതെങ്കിലും ഒരു നന്മ അള്ളാഹുടെ മുമ്പിൽ എത്തണ്ടേ? ഇവിടെ സ്വർഗത്തിൽ പോകാൻ 1000 നന്മയൊന്നും വേണ്ട, ഒറ്റ നന്മ ചെയ്താൽ മതി. അതല്ലേ നബിതങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ, നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ജീവിതത്തിൽ പറയേണ്ടതുപോലെ ഒറ്റവട്ടം പറഞ്ഞ അവൻ സ്വർഗത്തില. അത് മരിക്കുന്ന സമയത്ത് മാത്രമല്ല,
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു മനുഷ്യൻ പറയേണ്ട രീതിയിൽ ഒറ്റ പ്രാവശ്യം പറഞ്ഞ അവൻ സ്വർഗത്തിൽ പോകുന്ന. എന്നാ നമ്മൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ ഒരു ദിക്റിന്റെ മഹത്വം മരണ വീട്ടിൽ പോയ 70,000 എണ്ണം പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചടങ്ങ് തീർക്കാൻ തസ്ബീഹ് ഇട്ടിട്ട്. ഈ പറയുന്നവൻ അറിയോ അതിന്റെ അർത്ഥം എന്താണെന്ന്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നന്മ തിന്മ തൂക്കുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് പറഞ്ഞു. നന്മ തിന്മ തൂക്കുന്ന മീസാൻ എന്ന് പറയുന്ന ത്രാസിനെ കുറിച്ച് നബിതങ്ങൾ പറയുമ്പോ സഹാബികളോട് ചോദിച്ചു, ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ വലുപ്പം എന്താണെന്ന് അറിയാവോന്ന് ചോദിച്ചു. ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ വലുപ്പം നിങ്ങൾക്ക് അറിയുമോ? അറിയില്ല നബിയെ, പറഞ്ഞു തരട്ടെ. ബലാ യാ റസൂലല്ലാഹ്, ഒന്ന് പറഞ്ഞതാ നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനകത്ത് ഈ കാണുന്ന ആകാശവും ഭൂമിയും വെച്ച് തൂക്കാൻ പറ്റുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഈ മീസാൻ എന്ന് പറയുന്ന ത്രാസിനകത്ത് ഈ കാണുന്ന ഭൂമിയും ആകാശവും വരെ എടുത്തു വെച്ച് തൂക്കാൻ പറ്റും. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ത്രാസ് ഈ വണ്ടി തൂക്കണ ത്രാസ. അതിനെക്കാളും വലുതൊന്നും കണ്ടിട്ടില്ല. ഈ കാണുന്ന ആകാശവും ഭൂമിയും വരെ എടുത്തു വെച്ച് തൂക്കാൻ പറ്റുന്ന ത്രാസാണ് ഞാനും നിങ്ങളും ചെയ്ത നന്മ തൂക്കുന്ന ത്രാസ്. സഹാബത്ത് കരയാൻ തുടങ്ങി. എന്തേ സഹാബ കരയുന്നത്? നബിയെ, അതിനകത്ത് ഞങ്ങളുടെ നന്മ എടുത്തു വെച്ച എന്തോ കാണും പടച്ചോനെ. കടലിന്ന് ഒരു തുള്ളി വെള്ളം എടുക്കണ പോലെ ആ മീസാൻ എന്ന് പറയുന്ന ത്രാസിനകത്ത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ചെയ്ത നന്മ എടുത്തു വെച്ച ഒന്നും കാണില്ലല്ലോ നബിയെ. കരയുന്ന സഹാബത്തിനോട് നബിതങ്ങൾ ചോദിച്ചു, സഹാബ, അത് നിറയ്ക്കുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ. ആ മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറയ്ക്കാൻ പറ്റുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ. എന്താ നബിയെ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് മീസാനിനെ നിറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറയേണ്ട രീതിയിൽ നീ പറ. അത് ചുമ്മാതെ പറയലല്ല, അത് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അത് മീസാനിനെ നിറയ്ക്കും. അത് പറയേണ്ട രീതിയിൽ നീ ഒരു വട്ടം പറഞ്ഞാൽ നീ സ്വർഗത്തിലും പോകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ആ പറയുന്നത് പോലും നമുക്കറിയില്ല എന്താ എന്ന്. അപ്പൊ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന നന്മ ഇതാ, നമ്മളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന നന്മയുടെ വലിപ്പം ഇതാണ്. അതുകൊണ്ട് പലരും പടച്ചവനെ ചിന്തിക്കുന്നത് ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലാഹുവേ രക്ഷപ്പെടുമെന്നുള്ള ധാരണയാണ്, രക്ഷപ്പെടുമെന്നുള്ള ധാരണയാണ് പടച്ചവനെ എനിക്കും നിങ്ങൾക്കുമുള്ളത്. ഒരുപാട് പടച്ചവനെ പള്ളിക്ക് കൊടുത്തിട്ടുണ്ട്, പാപങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്ന നന്മയുടെ വലിപ്പം കണ്ടിട്ട് ഒരാളും നെളിയണ്ട, ഒരാളും നെളിയണ്ട. ചെയ്തു വെച്ചിരിക്കുന്ന നന്മയുടെ വലിപ്പം കണ്ട് ഒരാളും നെളിയണ്ട. പടച്ചവനെ അങ്ങനെ നെളിയാനായിരുന്നെങ്കിൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കണം. ചെറുപ്പക്കാരാ, ഉപ്പമാരെ, പടച്ചവനെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പോലും അറിയാത്തവരാണ് നമ്മള്. അതുപോലും നേരെ പറയാത്തവരാണ് നമ്മള്. അത് പറഞ്ഞു മരിക്കുന്നവനാണ് സ്വർഗമുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞത്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അവന് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്, അവന് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്. നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവന് സ്വർഗമുണ്ട്, സദഖ കൊടുക്കുന്നവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവന് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്, അവന് പോയടോ അള്ളാന്റെ സ്വർഗത്തെ കയറി കിടന്നടോ. അതുകൊണ്ട് സഹോദരാ, ചെയ്തു വെച്ചിരിക്കുന്ന നന്മയുടെ വലുപ്പം കണ്ട് നെളിയണ്ട. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ പാതിരാത്രിയിൽ നബി തങ്ങളുടെ കരച്ചിൽ കേൾക്കുകയാണ്. സുജൂദിൽ കിടന്ന് കരയുന്ന നബി തങ്ങളുടെ ശബ്ദം കേട്ടിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ എഴുന്നേറ്റ് നോക്കുമ്പോ
അള്ളാന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരയുകയാ. ആയിഷ ബീവി അടുത്തേക്ക് പോവുകയാ. എന്തു പറഞ്ഞിട്ടാ കരയുന്നത്? എന്തു പറഞ്ഞിട്ടാണ് കരയുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ നബി തങ്ങളെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. അടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടിയുള്ള ഒരു മരണം തരണേ തമ്പുരാന്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, അങ്ങയ്ക്കും ഉറപ്പില്ലേ നബിയേ? അങ്ങയ്ക്കും ഉറപ്പില്ലേ നബിയേ? ആയിഷ, അല്ലാഹുവിന്റെ കയ്യിലായിഷ. ഒരു മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ അടുക്കലാണ്. എപ്പോഴാണ് തിരിഞ്ഞു പോകുന്നതെന്നറിയില്ല. ഏതെങ്കിലും ഒരു മനുഷ്യന് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ശഹാദത്ത് കലിമ പറയാൻ അവന്റെ നാവ് പൊങ്ങണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അതിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ എളുപ്പത്തിലുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്ത് ആദ്യമായിട്ടൊരു പള്ളി കെട്ടിയിട്ട് ആ കഅബാലയത്തിന്റെ പണി കഴിഞ്ഞിട്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്ത ദുആ ഖുർആൻ പറയുകയാ. ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹ്, നിനക്ക് സുജൂദ് ചെയ്യാൻ ഒരു പള്ളി പണിതിരിക്കുന്നു റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്. നാദാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബിയുടെ ദുആയാ. ചെറുപ്പക്കാരാ, ഉപ്പമാരെ, അല്ലാഹുവിന്റെ പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ പ്രവാചകന്റെ ദുആയാണ് മരിക്കുമ്പോ മുസ്ലിമാക്കി മരിപ്പിക്കണം തമ്പുരാന്. അതാ യൂസുഫ് നബി അലൈഹിസ്സലാം, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിന തഅവീലിൽ അഹാദീസ്. ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറുമ്പോ യൂസുഫ് നബിയും അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ്, യൂസുഫിന് അധികാരമല്ല, സ്വപ്ന വ്യാഖ്യാനമല്ല. യൂസുഫിന് വേണ്ടത് എന്തെന്നറിയുമോ? തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ തമ്പുരാന്. യൂസുഫ് നബിയുടെ ദുആയാ. ചെറുപ്പക്കാരാ, വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രവാചകന്മാര് തന്റെ മക്കളോട് വസിയത്ത് ചെയ്തത്, മക്കളെ, മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. എന്തേ അല്ലാഹ് നമ്മളോടും പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീയും മുസ്ലിമായിട്ടേ മരിക്കാവൂ, നിങ്ങളും മുസ്ലിമായിട്ടേ മരിക്കാവൂ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മളോട് പറയുമ്പോ, ചെയ്തു വെച്ചിരിക്കുന്ന നന്മയുടെ വലിപ്പം കണ്ടിട്ട് ഒരാളും നെളിയണ്ട. അതുകൊണ്ട് സഹോദരങ്ങള്, ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്. അതെ, തഹജ്ജുദ് നിസ്കാരമുണ്ട്, ദുഹാ നിസ്കാരമുണ്ട്, പടച്ചവനെ തസ്ബീഹ് നിസ്കാരമുണ്ട്. പടച്ചവനെ, ഒരുപാട് നിസ്കരിക്കുന്നവരാ നമ്മള്. എന്നാ നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ സഹോദരാ? ഒരു മനുഷ്യൻ നമസ്കരിച്ചിട്ട് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ, നമ്മളെല്ലാവരും ഒരുപാട് നിസ്കരിച്ചവരാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരാള് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ആ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ ഒരു മലക്ക് മുസാഫഹത്ത് ചെയ്യും.
നിസ്കരിച്ചിട്ട് എഴുന്നേക്കുന്ന ഒരു മനുഷ്യനെ ഒരു മലക്ക് കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്യും. എന്നിട്ട് സന്തോഷ വാർത്ത പറയും, നീ സ്വർഗത്തിലാ, നിന്റെ പേര് സ്വർഗത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ സ്വർഗത്തിലാണ് എന്ന് നിസ്കാരം കഴിഞ്ഞ് എഴുന്നേക്കുന്ന ഒരു മനുഷ്യനോട് മലക്കു പറയുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. എന്നാൽ ചിലര് നിസ്കരിച്ചിട്ട് എഴുന്നേക്കുമ്പോ മലക്കുകൾ പറയും, എടാ നശിച്ചവനെ, നഷ്ടവാളി, നീ നരകത്തില, നീ നിസ്കരിച്ചിട്ടും നരകത്തില, നിന്റെ പേര് നരകത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, അടുത്ത വഖത്ത് നമസ്കാരത്തിന് മുമ്പ് നീ തൗബ ചെയ്യാതെ മരിച്ച നീ നരകത്തില. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ല നമ്മളെ കാക്കുമാറാകട്ടെ. ഞാനും നിങ്ങളും ഒരുപാട് നിസ്കരിച്ചവരാ. എന്നാൽ ഈ നിസ്കരിച്ചിട്ട് എഴുതി ആരോടാ സ്വർഗത്തിലാണെന്ന് പറയുന്നത്? ഏത് മനുഷ്യനോടാണ് നീ സ്വർഗത്തിന്റെ അവകാശിയാണ്, സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ പേര് എന്ന് ഏത് നിസ്കാരത്തിനാണ് മലക്കുകൾ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു ഉദാഹരണം, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് ചിന്തിക്ക്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന്. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, താബീങ്ങളിൽപ്പെട്ട ഒരു മഹാനവറുകളുടെ കാലിലെ ഒരു വിരല് പഴുത്തു. കാലിലെ ഒരു വിരല് പഴുത്തപ്പോ വൈദ്യന്മാരെ കൊണ്ടുപോയി കാണിച്ചു. ഇപ്പൊ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ ഇത് പ്രശ്നമാണ്, ഈ വിരല് മുറിക്കണം, ഈ വിരല് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും, പിന്നെ പ്രയാസമാ. പഴുപ്പ് തുടങ്ങിയിട്ടുണ്ട്, കാലിന്റെ വിരല് മുറിച്ചു മാറ്റണം. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു അത് നിസാരമായി കണ്ടു. വിരല് മുറിക്കും, അത് സിമ്പിൾ ആയിട്ട് കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോ കാലിന്റെ വേദന കൂടാൻ തുടങ്ങി. അവസാനം പ്രയാസമായപ്പോ രണ്ടാമത് വൈദ്യന്മാരുടെ മുമ്പിൽ വന്നു. അപ്പൊ വൈദ്യന്മാര് നോക്കിയിട്ട് പറഞ്ഞു, തങ്ങളെ ഇപ്പൊ വിരലല്ല മുറിക്കേണ്ടത്, മുകളിലേക്ക് പഴുപ്പ് കയറി, ഇനി കാൽപ്പത്തി മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും, പ്രയാസമാ. ഉർവ തങ്ങൾ കാര്യമാക്കിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കാലിന്റെ പഴുപ്പ് കാൽപ്പത്തിയിൽ നിന്ന് മുകളിലേക്ക് കയറാൻ തുടങ്ങി. വേദന സഹിക്കാൻ പറ്റാതെ മൂന്നാമത്തെ പ്രാവശ്യം പോയപ്പോൾ വൈദ്യന്മാര് പറഞ്ഞു, ഇനി മുട്ടിന്റെ താഴെ വെച്ച് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ മുകളിലേക്ക് കയറും, ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്ന് അനുസരിക്ക്. അങ്ങനെ ഉർവ റളിയല്ലാഹു തആല അൻഹു തന്റെ കാല് മുറിക്കാൻ സമ്മതിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വൈദ്യന്മാര് കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. ഉർവ റളിയല്ലാഹു തആല അൻഹു തയ്യാറെടുപ്പോടുകൂടി കാല് മുറിക്കാൻ കടന്നു വന്നു. ആ സമയത്താണ് വൈദ്യന്മാര് മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് കള്ളു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. കുടിക്കുതങ്ങള്. ഉർവ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, എന്തിനാ കള്ളു കുടിക്കുന്നത്? കള്ളു കുടിക്കാൻ പാടില്ലല്ലോ, അത് ഹറാമാണല്ലോ. പടച്ചവനെ, വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് മുറിച്ചു മാറ്റുന്നതിന് വല്ലാത്ത വേദനയാണ്, അത് സഹിക്കാൻ കഴിയാത്ത വേദനയാണ്. അതുകൊണ്ട് അല്പം കള്ളു കുടിച്ചാൽ വേദന അറിയാതിരിക്കുമല്ലോ. പടച്ചവനെ, ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മരിച്ചാലും ഞാൻ കള്ളു കുടിക്കൂല. അവര് ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് കാല് മുറിച്ചു മാറ്റുന്നത്? ഉർവ തങ്ങൾ പറഞ്ഞു, ഞാനൊരു വഴി പറഞ്ഞു തരാം. ഉർവ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാം, കൈകെട്ടാ, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാം. ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായാൽ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റ്. പടച്ചവനെ, ഉർവ റളിയല്ലാഹു തആല അൻഹു വുളുവെടുത്തിട്ട് കടന്നു വരികയാണ്. അല്ലാഹുവേ, നിയ്യത്ത് ചെയ്തിട്ട് നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടുകയാണ്. അവിടുന്ന് ഫാത്തിഹ ഓതി പടച്ചവനെ സൂറത്ത് ഓതാൻ തുടങ്ങി. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ
സൂറത്തുൽ മുസമ്മിലാണ് ഓതിയതെന്ന് ചരിത്രം പറയുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ തുടങ്ങിയപ്പോ നിസ്കാരത്തിനകത്തേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായപ്പോ വൈദ്യന്മാര് കാല് മുറിക്കുകയാ. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉറുവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് എന്റെ ചെറുപ്പക്കാരാ മുറിച്ചു മാറ്റിയടാ മോനെ. ആ പച്ചയായ മനുഷ്യന്റെ കാലവിടന്ന് വെട്ടി മുറിക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഉറുവ റളിയല്ലാഹു തആല അൻഹു അറിയുന്നില്ല. നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു കാലവിടന്ന് വെട്ടിമുറിച്ചു. ഉറുവ റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിലാണ്. കാല് മുറിച്ചതറിഞ്ഞില്ല, കാല് മുറിച്ചു മാറ്റിയതറിഞ്ഞില്ല. പടച്ചവനെ ഉറുവതങ്ങൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. മുറിച്ച കാലിനകത്ത് നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്, രക്തമിങ്ങനെ ഒഴുകുകയാണ്. വൈദ്യന്മാർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പടച്ചവനെ കാല് മുറിച്ചതും രക്തമിങ്ങനെ പൈപ്പ് പൊട്ടിയിട്ട് ഒഴുകുകയാണ്. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഒഴുകുന്നത് പോലെ മുറിച്ച കാലിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാ. വൈദ്യന്മാരെന്ത് ചെയ്തെന്നറിയോ? സൈത്തണ്ണ തിളപ്പിക്കുകയാണ്. രക്തം പെട്ടെന്ന് നിൽക്കാനുള്ള വഴിയാണ് സൈത്തണ്ണ തിളപ്പിച്ചിട്ട് ആ സൈത്തണ്ണ തിളപ്പിച്ച എണ്ണ കൊണ്ടുവന്നിട്ട് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉറുവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലുണ്ടല്ലോ, ആ മുറിച്ച കാലിലേക്ക് ആ തിളച്ച എണ്ണയങ്ങു മുക്കുകയാ. ഉറുവതങ്ങൾ അറിഞ്ഞില്ല വാപ്പാ, ഉറുവതങ്ങൾ അറിഞ്ഞില്ല ചെറുപ്പക്കാരാ. സിനിമാ കഥയല്ലടാ പറയുന്നത്. ഉറുവതങ്ങളുടെ ചരിത്രമാർക്ക് വേണമെങ്കിലും എടുത്തു വായിച്ചു നോക്കാ. തിളച്ച എണ്ണ കാലിനകത്ത് മുക്കുമ്പോ ഉറുവതങ്ങൾ ഓതുന്ന ആയത്തേതെന്നറിയോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ, ഇന്നലദൈനാ അൻകാലം വജഹീമാ. നരകത്തെ കുറിച്ച് പറയുന്ന ആയത്താണ്. നരകത്തെ കുറിച്ച് പറയുന്ന ആയത്ത്. ആ ആയത്ത് ഓതിയിട്ട് ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തിളച്ച എണ്ണ ഇങ്ങനെ മുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അറിഞ്ഞില്ല ഉപ്പാ, അറിഞ്ഞില്ല ഉപ്പാ. ഇതെന്ത് നിസ്കാരമാവാപ്പാ, ഇതെന്ത് നിസ്കാരമാവാപ്പാ. കാല് മുറിച്ചു മാറ്റിയിട്ട് അറിഞ്ഞില്ലെങ്കിൽ, തിളച്ച എണ്ണ കൊണ്ടുവന്ന് കാലിലേക്ക് മുക്കിയിട്ട് അറിഞ്ഞില്ലെങ്കിൽ അതെന്ത് നിസ്കാരമാവാപ്പാ, അതെന്ത് നിസ്കാരമാ ചെറുപ്പക്കാരാ. ഉറുവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിൽ നിന്ന് രക്തമൊഴുകിയിട്ട് മഹാനവറുകൾ അവിടെ നിന്ന് തളർന്ന് താഴെ വീഴുകയാ. അവിടെ നിന്ന് തളർന്ന് താഴെ വീണു. പടച്ചവനെ ബോധം നഷ്ടപ്പെട്ടു. വൈദ്യന്മാര് മുറിവൊക്കെ വെച്ച് കെട്ടി. എന്നിട്ട് എല്ലാവരും കാത്തു നിൽക്കുകയാണ് ഉറുവതങ്ങൾക്ക് ബോധം വരാൻ. ഉറുവതങ്ങൾക്ക് ബോധം വരുമ്പോ കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞ സങ്കടമാകുമല്ലോ, സങ്കടമാകുമല്ലോ. അതുകൊണ്ട് അവര് വളരെ പ്രയാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാല് മുറിച്ചു മാറ്റിയെന്ന് എങ്ങനെയാണ് പറയുന്നത്? മഹാനവറുകൾക്ക് സങ്കടമാകുമെന്ന് കരുതിയിട്ട് എല്ലാവരും ഇങ്ങനെ മാറി നിൽക്കുമ്പോ ഒരാള് ഓടി വരികയാണ്. ഉറുവതങ്ങളുടെ കുടുംബക്കാരനാണ് ഓടി വരുന്നത്. എവിടെ ഉറുവതങ്ങൾ, എവിടെ, എന്താണ് സംഭവമെന്ന് ചോദിക്കുമ്പോ കുടുംബക്കാരൻ പറയുകയാണ്, ഉറുവതങ്ങളുടെ ഏറ്റവും ചെറിയ മകൻ അതാ കുതിരയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി. തന്റെ ഏറ്റവും ചെറിയ മകൻ മരണപ്പെട്ടിരിക്കുകയാണ്. വൈദ്യന്മാർക്ക് വല്ലാത്ത സങ്കടമായി. കാല് മുറിച്ചു മാറ്റിയ വേദന. അതാ അടുത്ത പരീക്ഷണം തന്റെ പൊന്നാര മകനവിടെന്ന് മരണപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. അവസാനം ഉറുവതങ്ങൾക്ക് ബോധം വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ അങ്ങയുടെ കാല് മുറിച്ചു മാറ്റി തങ്ങള്. ഇന്നാലില്ലാഹ് അൽഹംദുലില്ലാഹ്. തന്റെ കാല്
കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോൾ ഉർവതങ്ങൾ പറഞ്ഞ മറുപടി ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. വൈദ്യന്മാർ അത്ഭുതപ്പെട്ടു. കുടുംബക്കാരൻ പറഞ്ഞു തങ്ങള് ഏറ്റവും ചെറിയ മകന് മരണപ്പെട്ടു തങ്ങള്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും അത്ഭുതമായി. കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ്. മകന് മരിച്ചെന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ്. എന്തേതങ്ങള് കാല് മുറിച്ചു മാറ്റിയപ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞത് എന്തിനാണ്? ഉർവതങ്ങള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ, ഒരെണ്ണം ബാക്കി വെച്ചല്ലോ. അൽഹംദുലില്ലാഹ്. എന്തിനാ തങ്ങളെ പൊന്നുമോ മരിച്ചെന്ന് പറഞ്ഞപ്പോ അവിടെ അൽഹംദുലില്ലാഹ് പറഞ്ഞത്? അല്ലാഹു ഒരു മോനെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കി മക്കളെ ബാക്കി വെച്ചല്ലോ. അൽഹംദുലില്ലാഹ്. ഇത് പറഞ്ഞു കഴിയുമ്പോ ഉർവതങ്ങളിരുന്ന് കരയുകയാ. ഉർവതങ്ങളിരുന്ന് കരയുകയാ. കാല് മുറിച്ചു മാറ്റിയെന്ന് പറയുമ്പോ കരയാത്ത മനുഷ്യര്, തന്റെ പൊന്നാരമകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ കരയാത്ത മനുഷ്യര്, പടച്ചവനെ കരയുന്നത് കണ്ടപ്പോ വൈദ്യന്മാര് ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? കാല് മുറിച്ചത് കാരണമാണോ? മകൻ മരിച്ചത് കാരണമാണോ? ഉർവതങ്ങള് പറഞ്ഞു അല്ല, ഇനി ഒരുപാട് നേരം അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. ഇനി രണ്ട് കാലില്ലല്ലോ, ഇനി രണ്ട് കാലില്ലല്ലോ, ഒറ്റ കാലല്ലേ ഉള്ളൂ. ഇനി അല്ലാഹുവിന്റെ മുമ്പിൽ പഴയതുപോലെ ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. ആ രസം അനുഭവിക്കാൻ പറ്റില്ലല്ലോ. ആ സങ്കടം കൊണ്ടാണ് കരയുന്നതെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, സഹോദരാ, ഇങ്ങനെ നിസ്കരിച്ചിട്ട് എഴുന്നേക്കുന്നവനോടാണ് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നത്, നീ സ്വർഗത്തിലാ. ഇങ്ങനെ നിസ്കരിച്ചിട്ട് എഴുന്നേക്കണം. ഞാനൊക്കെ നിസ്കരിക്കുമ്പോ ഒരു ഉറുമ്പ് കടിച്ചാൽ ഞാൻ അറിയും. അല്ലാഹു എന്നെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളുടെ കാര്യം എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു കൊതുവ് കടിച്ചാൽ നമ്മൾ അറിയും. ഒരു പ്രാണി നമ്മുടെ ചെവിയുടെ ഭാഗത്തുകൂടെ ഒന്നും ശബ്ദം വെച്ചു കൊണ്ടുപോയാൽ നമ്മൾ അറിയും. ഉർവ റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചു കൊണ്ടിരുന്ന സമയം കാല് മുറിച്ചു മാറ്റിയിട്ട് അറിഞ്ഞില്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ കാണിക്കുന്ന എന്താന്ന് ചിന്തിക്ക്. നമ്മുടെ നിസ്കാരം കാണുമ്പോ ഇബ്ലീസ് തന്നെ മാറി നിന്ന് ചിരിക്കും, ഇവ എന്ത് അല്ലാഹ് കാണിക്കണേ. നമ്മുടെയൊക്കെ നിസ്കാരം കാണുമ്പോ ഇബ്ലീസിന് തന്നെ ചിരി വരും. അതാ നമ്മുടെ നിസ്കാരം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന നന്മ ഇതാ. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന നന്മ, നമ്മൾ എന്ത് നന്മ ചെയ്താലും നാട്ടുകാരറിയും. നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും നാട്ടുകാരറിയും. സഹോദര, അങ്ങനെ നാട്ടുകാരറിയാത്ത എന്തെങ്കിലും ഉണ്ട് ചെയ്യേ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ആരാരും അറിയാത്ത ഒരു നന്മയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു നന്മ, ആരാരും അറിയാത്ത ഒരു നന്മ, രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ, നീയും അല്ലാഹുവും മാത്രം അറിയുന്ന ഒരു നന്മ. അല്ലക സിർറുൻ ഇൻദല്ലാഹ് ബൈനക വ ബൈനല്ലാഹ്. ഒരു അറബി ബൈത്ത് പറയുന്നത് പോലെ എന്തെങ്കിലും ജീവിതത്തിൽ രഹസ്യമായി വേണം സഹോദരാ. എന്തെങ്കിലും രഹസ്യമായിട്ടൊരു ഇബാദത്ത് അതാരും അറിയണ്ട. ഒരു ദിക്റാകട്ടെ, ഒരു നിസ്കാരമാകട്ടെ, ഒരു ഖുർആൻ സൂറത്താകട്ടെ, അല്ലെങ്കിൽ ഒരു സദഖയാകട്ടെ, രഹസ്യ
രഹസ്യമായിട്ടൊരു നന്മ, രഹസ്യമായിട്ടൊരു നന്മ. അതാരെങ്കിലും കണ്ടുപിടിക്കുന്നതല്ലാതെ നീ പറയരുത്, ഒരാളോട് പോലും നീ പറയരുത്. രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെയോ? ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന, നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ ഞാൻ പറഞ്ഞു തരാ. അതാരും അറിയില്ലടോ, അതാരും അറിയില്ലടോ. പടച്ചവനെ, ഏതാണ് ആ നന്മ എന്നറിയുമോ? പാതിരാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോ അതാ നിന്റെ നാട്ടുകാര് മുഴുവനും കിടന്നുറങ്ങുകയാണ്, നിന്റെ മക്കൾ ഉറങ്ങുകയാണ്, നിന്റെ ഭാര്യ ഉറങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങുമ്പോ ആ പാതിരാത്രി 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റിട്ട് നിനക്കൊരു 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമോ വാപ്പാ? ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ? ആരും അറിയില്ലടാ മോനെ. 5 വഖത്ത് പള്ളിയിൽ പോയി ഫർള് നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ കഴിയും. എന്നാ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണോ? രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണോ? എല്ലാവർക്കും പറ്റൂല, എല്ലാവർക്കും പറ്റൂല. അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാരെ, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂ. ഒരാൾ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അതിന്റെ അടയാളമാണ് തഹജ്ജുദ് നിസ്കാരം, രാത്രിയിൽ എഴുന്നേറ്റിട്ടുള്ള നിസ്കാരം. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി. പടച്ചവനെ, നിങ്ങൾക്കറിയുമോ, നിങ്ങൾക്കറിയുമോ തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രതിഫലം എന്താ? ആ രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം എന്താ? എന്റെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹയാണ് പറഞ്ഞത്, അല്ലാഹയാണ് പറഞ്ഞത്. ആ തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രതിഫലം കണ്ടാ നിന്റെ കണ്ണുകൊണ്ട് പോലും നിന്റെ കണ്ണ് തള്ളിപ്പോകുന്ന പ്രതിഫലമാ. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി വയദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ആ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം, ആ പ്രതിഫലം കാണുമ്പോ നിന്റെ കണ്ണ് തെള്ളുകയാണ്. ഒരിക്കലും നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത പ്രതിഫലമാണ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, നീ നിസ്കരിക്കുന്നത് പറയാതെ നിന്റെ ഭാര്യ അറിയൂല, നിന്റെ ഭർത്താവ് അറിയില്ല, നിങ്ങളുടെ മാതാപിതാക്കൾ അറിയില്ല. അത് പടച്ചവനെ പരസ്യമായി ചെയ്യുന്ന ഒരു അമലല്ല, നിന്റെ വീടിനകത്തിരുന്ന് ചെയ്യുന്ന ഒരു അമല. അത് ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഒന്ന്, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ അടയാളമാണ് രാത്രിയിലെ നിസ്കാരം. 2, ആ സമയത്ത് ദുആയിക്ക് ഇജാബത്തുണ്ട്. ഉസ്താദേ, പ്രയാസമാ, ദുഃഖമാ, ദുരിതമാ, വീടില്ല, കച്ചവടമില്ല, രോഗമാണ്, പ്രയാസമാണ്, പ്രതിസന്ധിയാണ്, ദുആ സ്വീകരിക്കണോ? ദുആ സ്വീകരിക്കണോ? 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് പടച്ച റബ്ബ് ചോദിക്കുകയാ. ആരാ ചോദിക്കുന്നത്? ആരാ ചോദിക്കുന്നത്? ചോദിക്കുന്നവന് ഞാൻ തരാമെന്ന് പറഞ്ഞ് 1-ാം ആകാശത്തിലേക്ക് പടച്ച റബ്ബ് വന്നിരിക്കുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ ദുആയിക്ക് ഇജാബത്തുള്ള സമയമാണ്. 3 സഹോദരാ, അതിന്റെ പ്രതിഫലം എന്താണെന്ന് എനിക്കറിയില്ല. അതിന്റെ പ്രതിഫലം എന്താണ്? അല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോഴേ അറിയൂ. അല്ലാഹു തന്നെ പറഞ്ഞത്, അതിന്റെ പ്രതിഫലം കാണുമ്പോ നിന്റെ കണ്ണ് തെള്ളുമെന്നാണ്. 3, അതാ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാകളത്തിലൂതുമ്പോ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. പട്ടികയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇഴഞ്ഞു
ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മുഖത്ത് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, പടച്ചവനെ മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് ജനങ്ങൾ മുഴുവനും പേടിച്ച് വിറച്ചുകൊണ്ട് തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് കടന്നു വരുന്ന അള്ളാന്റെ കോടതിയുണ്ടല്ലോ സ്വഹാബാ. രണ്ട് വിഭാഗം ജനങ്ങളുടെ തല ഉയർന്നു നിൽക്കും സ്വഹാബാ. രണ്ട് വിഭാഗം ആൾക്കാരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. അവര് തല ഉയർത്തിയാണ് കടന്നു വരുന്നത്. എല്ലാവരും തല താഴ്ത്തി നിൽക്കുന്ന ദിവസമുണ്ടല്ലോ, അന്ന് തല ഉയർത്തി പിടിച്ചു വരുന്ന രണ്ട് വിഭാഗമുണ്ട്. ആരാ നബിയേ, ആരാ നബിയേ? നിബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വാപ്പാ രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ചത് ആരും അറിഞ്ഞിട്ടില്ല. നിന്റെ മക്കൾ അറിഞ്ഞില്ല, നിന്റെ ഭാര്യ അറിഞ്ഞില്ല, നിന്റെ കുടുംബക്കാരറിഞ്ഞില്ല, നിന്റെ കൂട്ടുകാരറിഞ്ഞില്ല. തഹജ്ജുദ് നിസ്കരിക്കുന്ന കാര്യം അല്ലാഹനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് മോനെ, അതിന്റെ പ്രതിഫലം ആഖിറത്തിലാ, അതിന്റെ പ്രതിഫലം ആഖിറത്തിലാ. നാളെ പരലോകത്തേക്ക് വരുമ്പോ നിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കും. 5 നേരം, ഇന്ന് 5 നേരം നിസ്കരിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇന്ന് 5 വഖത്ത് നിസ്കരിച്ചവരെന്ന് കൈപൊക്കടോ. ആലോചിക്കുന്ന പടച്ചവനെ, നിസ്കരിച്ചവർ അള്ളാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. തഹജ്ജുദ് നിസ്കരിച്ചവരെന്ന് കൈപൊക്കിക്കേ. കണ്ടോ കണ്ടോ 10 പേര്. ഇതാ ഞാൻ പറഞ്ഞത്. എടാ, 5 നേരം നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റും. ആ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണമെങ്കിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ. അള്ളാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇതാ പറഞ്ഞത്, ഈ നിസ്കരിക്കുന്നത് ആരെ അറിയൂ? നീയും അള്ളാഹും മാത്രമേ അറിയൂ. ഇല്ലെങ്കിൽ നീ ആരോടെങ്കിലും പറയണം. അപ്പൊ ഈ നിസ്കാരത്തിന്റെ പ്രതിഫലം നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. അതിലെ ഒരു വിഭാഗം തഹജ്ജുദ് നിസ്കരിക്കുന്നവരാ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. 2 ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ. നാളെ തല ഉയർത്തി വരുന്ന 2ാമത്തെ മനുഷ്യനാരാ? നമ്മൾ ആരും പരിഗണിക്കാത്ത ഒരു ചങ്ങാതിയാണ് മുഅദ്ദിൻ. എന്തിനെല്ലാരും അങ്ങനെ ആ പാവത്തിന്റെ തലയിലാ കയറാറ് അല്ലേ? പള്ളിയിലെ ഇമാമിനാ പവർ, മുഅദ്ദിന് വല്ല പവറുണ്ടോ? എടോ, സത്യം പറഞ്ഞാൽ ബാങ്ക് വിളിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ അതിനു വേണ്ടി നമ്മൾ മത്സരിക്കുമായിരുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇമാം ആകാൻ മത്സരിക്കോ? സെക്രട്ടറിയും പ്രസിഡന്റും ആകാൻ മത്സരിക്കോ? ഇല്ല. ബാങ്ക് വിളിക്കാൻ വേണ്ടി അടി നടക്കും, ബദർ യുദ്ധം. ഇവിടെ പള്ളിക്കകത്ത് അടി അധികാരത്തിന് വേണ്ടി, എന്നാ പള്ളിയിലെ മുഅദ്ദിനാകാൻ വേണ്ടി തമ്മി തല്ലും. ഏറ്റവും കൂടുതൽ പ്രതിഫലം നാളെ അള്ളാഹുടെ കോടതി വരുമ്പോ തല ഉയർത്തി വരുന്ന ആള് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാ. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരെന്ന് കൈവക്കിക്കേ. ഒരു മത്സരത്തിന് പോലും വിളിച്ചിട്ടില്ലേ? അപ്പൊ നിങ്ങള് പള്ളിയിലെ മുഅദ്ദിന്റെ അടുക്ക പോയിട്ട് വല്ല കൈമടക്കം കൊടുത്തിട്ട് ചോദിക്കണം, ഒരു അവസരം തരാൻ, എനിക്കൊന്ന് ബാങ്ക് വിളിക്കാൻ അവസരം തരാൻ വേണ്ടി. വിളിക്കില്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ബാങ്ക് വിളിക്കണമെന്നാ. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് കാമത്തും കൊടുക്കണമെന്ന്. ഇനി അതും ഇല്ലെങ്കിലും പള്ളിയിൽ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്ന സമയം കൂടെ വിളിക്കണം. താത്താമാരി ചോദിക്കും, ഉസ്താദെ ഞങ്ങൾക്ക് ബാങ്കൊന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞില്ല എന്ന്? പള്ളിയിലെ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നീയും പറയണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നീ മുഅദ്ദിൻ എന്ത് വിളിക്കുന്നു അതുപോലെ നീയും വിളിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നാളെ പടച്ച റബ്ബിന്റെ പരവര ലോകത്ത് തല ഉയർത്തി വരുന്ന 2ാമത്തെ വിഭാഗം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാ. നിങ്ങളുടെ പള്ളിയിലെ മുഅദ്ദിനിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാരാ? മുഅദ്ദിൻ. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാരാ? പള്ളിയിലെ മുഅദ്ദിൻ. കാരണം അദ്ദേഹത്തിന്റെ വിളി കേട്ടിട്ടല്ലേ എല്ലാരും പള്ളി വരുക. എടോ, എന്തിനാണ് ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഈ ഭൂമിയിൽ എന്തെല്ലാം കേൾക്കുന്നുണ്ടോ ആ കേട്ട വസ്തുക്കൾ മുഴുവനും ആ മനുഷ്യന് വേണ്ടി അള്ളാഹിനോട് സാക്ഷി പറയുമെന്ന് നബിയിന റസൂലുള്ളാഹി.
അത് മനുഷ്യനാകട്ടെ, നാൽക്കാലികളാകട്ടെ, ഇലകളാകട്ടെ, മണ്ണാകട്ടെ, കല്ലാകട്ടെ, ഇഴജന്തുവാകട്ടെ, ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഈ ലോകത്ത് എന്തൊക്കെ കേട്ടിട്ടുണ്ടോ അത് മുഴുവനും അള്ളാഹിനോട് പറയും, നിങ്ങളുടെ പള്ളിയിലെ മുഅദ്ദിന് സ്വർഗം കൊടുക്കണേന്ന്. അതാണ് ബാങ്ക് വിളിച്ചാൽ കിട്ടുന്ന പ്രതിഫലം. അള്ളാഹു നമുക്ക് ആ പ്രതിഫലം നൽകുമാറാകട്ടെ. അപ്പം മൂന്നാമത്തെ പ്രതിഫലം, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോ തല ഉയർത്തി വരും. നാല് നാളെ വയദുഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പോകും. തതജാഫ ജുനൂബുഹും അനിൽ മലാജിഅ, അല്ലാഹു പറയുന്നുണ്ട് ഖുർആൻ, നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അള്ളാഹു ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇൻഷാ അല്ലാഹ് നാളെ മുതൽ തഹജ്ജുദ് നിസ്കരിക്കാൻ നിയ്യത്ത് ചെയ്യ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിസ്കരിച്ചൂടെ? ഇൻഷാ അല്ലാഹ്ക്ക് പ്രതിഫലമുണ്ട്. നിസ്കരിച്ചില്ലെങ്കിലും ഇൻഷാ അല്ലാഹ്ക്ക് പ്രതിഫലമുണ്ട്. ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞ് അൽഹംദുലില്ലാഹ്. കഴിവിന്റെ പരമാവധി നിസ്കരിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചിലര് ചിരിക്കുന്നുണ്ട്, ഫറലെങ്കിലും നിസ്കരിച്ചാൽ മതിയായിരുന്നു ഉസ്താദ്, ഇല്ലേ? ഫറലെങ്കിലും നിസ്കരിച്ചാൽ മതിയായിരുന്നു. അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയുമോ ആ നന്മകൾ നീ ചെയ്യ്. 5 നേരം നിസ്കരിക്ക്. 5 നേരം നിസ്കരിക്ക്. അൽഹംദുലില്ലാഹ്, സുന്നത്തുകൾ നിസ്കരിക്ക്. നിന്നെ കൊണ്ട് കഴിയുന്ന സദഖകൾ കൊടുക്ക്. നിന്നെ കൊണ്ട് കഴിയുന്ന ദിക്റുകൾ നീ ചെയ്യ്. ആരും അറിയാത്ത നന്മകൾ ചെയ്യാൻ നീ തീരുമാനിക്ക്. രഹസ്യമായിട്ടുള്ള നന്മകൾ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശദീകരിക്കുന്നില്ല. 2 11:20 നിർത്താറായോ? ഞാൻ 11:30 പറഞ്ഞ. ഇപ്പൊ 10 മിനിറ്റും കൂടെ ഉണ്ട്. അടുത്തത് പറയണോ നിർത്തണോ? അടുത്തത് പറഞ്ഞാൽ 12 മണിക്ക് നിർത്താൻ പറ്റും. 5 കാര്യങ്ങളാണുള്ളത്. അതിൽ ഒരെണ്ണം പറഞ്ഞപ്പോ തന്നെ ഇത്രയും സമയമായി. ഇനി രണ്ടാമത്തത് പറയാൻ തുടങ്ങിയാൽ 12 മണിക്ക് നിർത്തത്തുള്ളൂ. ഇടയ്ക്ക് സ്റ്റോപ്പൊന്നുമില്ല. ടൗൺ ടു ടൗണാ. വേണോ വേണ്ടേ? എന്നാ കൈ പൊക്കിക്കേ. ആ പൊക്കിയ കൈയൊന്ന് പോക്കറ്റി വെച്ച്. ആ പൊക്കിയ കൈയൊന്ന് പോക്കറ്റി വെച്ചോ. അൽഹംദുലില്ലാഹ്, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്തിനാ സഹോദര കടന്നു വരുന്നത്? ചെറുപ്പക്കാരാണ്. കള്ളും കഞ്ചാവും മയക്കുമരുന്നും കൊട്ടേഷനുമൊക്കെയായി നടക്കുന്ന ചെറുപ്പക്കാരുടെ കാലത്ത് നിങ്ങളുടെ നാടിന്റെ ഐശ്വര്യമായി, നിങ്ങളുടെ നാടിന്റെ വെളിച്ചമായി ഈ ചെറുപ്പക്കാര് പടച്ചവനെ ഒരു നന്മ ചെയ്യുകയാണ്. ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്ന ചെറുപ്പക്കാരാണ്. ഈ നാട്ടുകാരുടെ ഇടയിലൂടെ ഓടി നടന്ന ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തി ഖബറിലേക്ക് യാത്രയായപ്പോ പടച്ചവനെ ഉസ്താദേ, ഇതിന്റെ പരിപാടിയുടെ ചിലവ് കഴിഞ്ഞ് എന്ത് കിട്ടിയാൽ ഡയാലിസ് ചെയ്യുന്ന പാപങ്ങളുണ്ടല്ലോ, ഒരു ആംബുലൻസ് ആണ് വേണ്ടത്. ഒരു ആംബുലൻസ് ആണ് അവരുടെ സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ, മോനെ അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. ഏതു മാരകമായ രോഗങ്ങളെയും തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയും. അപകടങ്ങളെ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയും. അതുകൊണ്ട് പടച്ചവനെ, നിങ്ങളുടെ കയ്യിലുള്ളതിലൊരൽപ്പം കൊടുക്ക്. അള്ളാഹു നിനക്ക് തന്ന സമ്പത്ത് മുഴുവനും കൊടുക്കാൻ പറയുന്നില്ല. അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തോ. അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തോ. നഷ്ടമില്ല സഹോദരാ, നഷ്ടമില്ല സഹോദരാ. നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങള്, നിനക്ക് വരാനിരിക്കുന്ന ദുരന്തങ്ങള്, നിന്റെ ശരീരത്തിലെ ക്യാൻസറോ ട്യൂമറോ കിഡ്നി രോഗമോ ലിവർ രോഗമോ ബ്രെയിൻ ട്യൂമറോ ബ്ലഡ് ക്യാൻസറോ എന്തെങ്കിലും നിന്റെ ശരീരത്തിലുണ്ടോ? നിനക്കറിയില്ല പെങ്ങള്, നിനക്കറിയില്ല ചെറുപ്പക്കാരാ. വാപ്പാ ഒന്നും അറിയാതെ നടക്കുകയാണ്. ഒറ്റ നിമിഷം മതി സർവ്വതം തീരാൻ. ഒറ്റ നിമിഷം മതി വാപ്പാ സർവ്വതം തീരാൻ. പടച്ചവനെ, ഒരു ചെറുപ്പക്കാരൻ 17 വയസ്സേ ഉള്ളൂ. ഒന്ന് തലകറങ്ങി വീഴുകയാണ്. മൂക്കിലൂടെ ബ്ലഡ് വരികയാണ്. പടച്ചവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അവസാനം MRI സ്കാനിങ് കഴിഞ്ഞു. റിസൾട്ട് വന്നു. അല്ലാ, കളിച്ച് ചിരിച്ച് നടന്ന 17 വയസ്സുകാരന്റെ തലയ്ക്കകത്ത് ബ്രെയിൻ ട്യൂമറാ. ഒന്ന്
ഒന്നുമില്ല സഹോദരാ. കളിച്ചുകൊണ്ട് നടന്ന ചെറുപ്പക്കാർ എത്ര പെട്ടെന്നാ സഹോദരാ മാരകമായ രോഗങ്ങൾ വരുന്നത്. സമ്പാദിച്ചു കൂട്ടിയതൊന്നും മതി വരില്ലല്ലോ. നിന്റെ വീട് വിൽക്കണ്ട്, നിന്റെ ജാഗ വിൽക്കണ്ട്, നിന്റെ ഭാര്യയുടെ സ്വർണം വിൽക്കണ്ട്, സർവ്വതും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത മാരകമായ രോഗങ്ങൾ പനി പടരുന്നത് പോലെ പടരുന്ന കാലമാ. അതുകൊണ്ട് നല്ല ഒരു നീയത്തോടെ അല്ലാ പടച്ചവനെ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സഹോദരാ, മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാണ്. മഴയില്ലാത്ത സമയത്ത് പടച്ചവനെ എന്ത് സന്തോഷമെന്നറിയോ? അല്ലാഹുവേ, മഴ പെയ്യുന്ന സമയത്ത് ദുആയിക്ക് ഇജാബത്തുണ്ടെന്നാ, മഴ പെയ്യുന്ന സമയത്ത് ദുആയിക്ക് ഇജാബത്തുണ്ടെന്നാ. ഈ ചെറുപ്പക്കാരുടെ കഷ്ടപ്പാട് വെറുതെയായില്ല, ഈ മക്കളുടെ കഷ്ടപ്പാട് വെറുതെയായില്ല. പടച്ചവനെ ഇഖ്ലാസോടുകൂടി അവർ പരിശ്രമിച്ചതിന്റെ ഫലമാണ്. അല്ലാഹുവേ